കാര്യം പറയാനുള്ളത് മോള് പ്രഷർ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി പറയുകയാണ്. ആക്ച്വലി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആക്ച്വലി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഡേ ടു ഡേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണത്. എന്ന് വെച്ചാൽ കുട്ടികളോട് ചെറുതായിട്ടൊരു കാര്യത്തിൽ ചെറിയ ഒച്ച ഉയർത്തി സംസാരിച്ചാൽ പോലും അവർക്ക് ട്രോമ ഉണ്ടാവുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ടീച്ചേഴ്സിന് അല്ല, ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും അധികം കുട്ടികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടും അതിനൊരു സൊല്യൂഷനും കണ്ടില്ല എന്നത് ഒരു എഡ്യൂക്കേഷനിലിരിക്കുന്ന എനിക്ക് വളരെ വലിയൊരു ഷോക്കാണ്. കാര്യം ഒരു ചെറിയ കറക്ഷൻ പറയുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ കുട്ടികളോട് ഒരു നല്ലതിന് വേണ്ടിയിട്ട് ഒരു കറക്ഷൻ പറഞ്ഞാൽ അത് കുട്ടിയുടെ മാനസിക സമ്പർക്കം എന്ന് പറഞ്ഞ് നമ്മളോട് മാത്രമല്ല വലിയ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ക്രെഡിബിലിറ്റിയെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇവന് പ്രൈം മിനിസ്റ്റർ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്ന പ്രൈം മിനിസ്റ്റർ തന്നെ പേഴ്സണലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഇതുപോലെ ഒരു മിസ്റ്റേക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അത് ഗവൺമെന്റ് തന്നെ നിർണ്ണയിക്കാൻ പറ്റില്ല. അത്ര സീരിയസ് ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ കോക്രോച്ച് ഒക്കെ ഇത്രയും സജീവമാവാൻ കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കോക്രോച്ചിനെ കുറിച്ചല്ല, നമ്മുടെ ഈ അല്ല, ഇവിടെ ഇപ്പൊ പറഞ്ഞു വന്നതിലേ ടീച്ചർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഇത് ഈ പരീക്ഷകൾ കൊണ്ട് രക്ഷയില്ലാന്ന്. സത്യത്തിൽ ഇതൊക്കെ പരീക്ഷയല്ല, പരീക്ഷണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഇരിക്കുന്ന കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ രക്ഷിതാക്കള് അവരുടെ രാപ്പകെല്ലാം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരുത്താത്ത രക്ഷിതാക്കളാണ് നമ്മുടെ രക്ഷിതാക്കൾ. അവർക്ക് ഇനി എന്ത് വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ലാപ്ടോപ്പിന്റെ പ്രശ്നം പറഞ്ഞു, നാളെ ലാപ്ടോപ്പ് വേണമെങ്കിൽ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കും. ആ രീതിയിലേക്ക് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രക്ഷിതാക്കളുടെ സമൂഹം അവരെ നെഞ്ചിലേക്ക് തീ കോരിയിടുകയാണ്. അതേപോലെ നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ആ വിദ്യാർത്ഥികളും ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് ഈ സിസ്റ്റം മൊത്തം തകരാറിലായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു നാഥനില്ല കളരി എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഉത്തരം പറയാൻ ആളില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇത് കേട്ടു, ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യോമസേനയെ ഉപയോഗപ്പെടുത്താൻ പോയിരുന്നു. കരസേനയും നാവികസേനയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണല്ലോ. സൈന്യത്തെ കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ഇനി ഒരു അബദ്ധം കൂടെ പിണയാൻ സർക്കാരിന് പറ്റത്തില്ല. അത്രയും ഈ സിസ്റ്റം തകരാറിലാണ് മോഡി നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ് എന്റെ ഒരു അത്രയും രൂക്ഷമായ പ്രശ്നം. സുപ്രീം കോടതി സോളിസിറ്റർ ജനറൽ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ഈസ് പേഴ്സണലി മോണിറ്ററിംഗ് ദി മാറ്റർ പറഞ്ഞു. കോടതി അദ്ദേഹത്തിന്റെ ഇടപെടൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആദ്യം സ്വന്തം മന്ത്രിസഭയിൽ ഈ പറഞ്ഞ മന്ത്രിയോട് രാജിവെക്കാൻ പറയണമായിരുന്നു. ഒരു ചുരുങ്ങിയ ധാർമ്മികതയെങ്കിലും ഉയർത്തിപ്പിടിക്കണ്ട. ഇത്രയും രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും ഈ രക്ഷിതാക്കളുടെ ആശങ്കയൊക്കെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനും അതിന് നേതൃത്വമുള്ള ആൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങ് ഒഴിഞ്ഞുമാറി പോകാൻ പറ്റുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.